ഹേ ഗൈസ്, ഇന്ന് ജൂലൈ, സമയം 1 മണി കഴിഞ്ഞു. ഇന്ന് ഷാർപ്പ് ടൈമിംഗ്. നേരെ ഷോപ്പിലേക്ക് കടന്നു. ഇന്ന് സിഗ്നൽ നമ്മളെ ചതിച്ചു. ഇന്ന് വെയിൽ കൊണ്ട് പൊരിഞ്ഞത് തന്നെ. 5 മിനിറ്റിലെ കാത്തിരിപ്പിന് ശേഷം സിഗ്നൽ ഓപ്പണായി. ആകെ വിയർത്തൊലിച്ചു. വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി. നേരെ ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ചപ്പോൾ ഒരു കോള കുടിക്കണമെന്ന് തോന്നി. എനിക്ക് കോള കുടിക്കണമെന്ന് തോന്നിയാൽ കുറച്ച് കുടിച്ചാൽ മതി, ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കും. കുറച്ച് ഞാൻ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാർക്ക് സപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു കസ്റ്റമർ ചാർജ് കയറാത്ത ലാപ്ടോപ്പുമായി വന്നു. ഇതിന്റെ പാർട്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നിരുന്നു. മാർക്കറ്റിൽ വിളിച്ച് അതെത്തിച്ച് ഫിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്ക് വന്ന മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള പുതിയ കവേഴ്സ് കാണിച്ചു തരാം. എല്ലാം ഹൈ സ്റ്റാൻഡേർഡ് സാധനമാണ്. ഇത് പള്ളിയിൽ പോകുന്ന വഴി കണ്ടതാണ്. ചെറുപ്പത്തിൽ ഇതിനെ കൊണ്ട് കുറെ കളിച്ചിരുന്നു. ഇതിന്റെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യൂ. വേഗം നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ പള്ളിയുള്ള പൂന്തോട്ടമാണ്. മാഷാ അല്ലാ, ചെടികൾ വെച്ച് കാണാൻ നല്ല ചേലുണ്ട്. ഇന്ന് കടയിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നു. മുടിയും താടിയും ഒക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നു. അടുത്തുള്ള ബായിയുടെ ബാർബർ ഷോപ്പുകാരി താടിയും മുടിയും സെറ്റാക്കി. ഇവിടെ നാട്ടിലേക്കാൾ പൈസ കുറവാണ്, ആകെ 5 ദിർഹംസേ ഉള്ളൂ. ബായിയുടെ മുടിവെട്ട് എങ്ങനെയുണ്ട്, ചേലായിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും മാർക്കറ്റിൽ കയറി ഓരോ ഡ്രിങ്ക്സ് ടെസ്റ്റ് ചെയ്യും. ഇതെന്റെ ഒരു ഹോബിയാണ്. ഈ ശീലം നിങ്ങൾക്കുണ്ടോ? ഈ ശീലമുള്ള നിങ്ങളുടെ ചങ്കിനെ മെൻഷൻ ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, ഏതാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി. ലാസ്റ്റ് നല്ലൊരു മഞ്ചുള്ള കുപ്പി നോക്കി എടുത്തു. ഈ ഡ്രിങ്ക് ബനാനയും കസ്കസും മിക്സ് ആണെന്നാണ് തോന്നുന്നത്. ഇന്ന് കുറെ നടന്നിരുന്നു, നല്ല ദാഹമുണ്ട്. വേഗം ബില്ലടിച്ച് അത് പൊട്ടിച്ച് കുടിച്ചു നോക്കി. സംഗതി ഊക്കൻ ഫെയിലാണ്. ഒരു ജാതി ചവർപ്പ് ടേസ്റ്റ്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് എന്റെ അഭിപ്രായമാണ്. നിങ്ങളും ഇതൊന്ന് വാങ്ങി കുടിച്ചു നോക്കൂ, എന്താണ് അവസ്ഥ നോക്കൂ. അങ്ങനെ ഇന്ന് ദിവസം കഴിഞ്ഞു. മുത്തുമണികളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.